സഹൃദയരായ കലാസ്നേഹികളെ, പ്രതിഷേധക്കാർക്കെതിരെ പ്രതിഷേധം നടത്തിയ വിപ്ലവ നാടകത്തിന് ശേഷം ഞങ്ങളുടെ ആരോഗ്യമന്ത്രി അവതരിപ്പിക്കുന്ന അവസാന പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നാടകം കരിങ്കൊടി കൊണ്ട് ആക്രമിച്ച് പെടലിയൊടിച്ച കൊങ്ങികൾ. ഗതാഗതം വന്ദേ ഭാരത്. രംഗനിയന്ത്രണം ഷംസീർ. ഛായാഗ്രഹണം ഏതൊക്കെയോ മാധ്യമങ്ങൾ. സംഘടനം KSU ആൻഡ് കേരള പോലീസ്. സഭ്യമായ മാതൃഭാഷയിലുള്ള സംഭാഷണം. ഐക്യവൽക്കരിച്ച സ്ത്രീകളുടെ ഉന്നമനദാഹി ശ്രീമതി ചിന്ത. നാടകം അടുത്ത ബെല്ലോടുകൂടി ആരംഭിക്കുന്നു. അങ്ങനെ നാടകമൊക്കെ ഒരു വഴിക്കായിട്ടുണ്ട്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആരോഗ്യമന്ത്രി വീണ ചേച്ചിയുടെ കയ്യിലെ ആ പാടെ കുറേ നാളുള്ളതാണ്, അല്ലാതെ KSUക്കാർ മാന്തി പൊളിച്ചൊന്നും അല്ല. അതിന് മുമ്പുള്ള പരിപാടിക്കുണ്ട്, കുറേ നാൾ മുമ്പുള്ള പരിപാടിക്കുണ്ട്, അങ്ങനെ കുറേ പരിപാടിക്കുണ്ട്. പിന്നെ പണ്ടങ്ങാണ്ട് നമുക്കൊരു മറ്റേ സാധനം എന്താ പെടലി കോളറൊക്കെ ഇട്ടൊരു പരിപാടി നടത്തിയില്ലായിരുന്നു, ജീപ്പെന്ന് ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ ഈ പെടലിക്ക് പ്രശ്നം നോർമലി ഉള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ സംഭവിച്ചെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ആർക്കാടാ പ്രതിഷേധിക്കേണ്ട, എന്തിനാടാ പ്രതിഷേധം എന്ന് ചോദിച്ചുകൊണ്ട് പോയില്ലേ, അന്നേരം ഈ ഞരമ്പെല്ലാം കൂടെ, കഴുത്തിലെ ഞരമ്പെല്ലാം കൂടെ അങ്ങോട്ട് വിരിഞ്ഞപ്പോഴത്തേനും വിലങ്ങിയതായിരിക്കും, ഞരമ്പിടയ്ക്ക് കയറി പിണഞ്ഞതായിരിക്കും. അതാകാനും സാധ്യതയുള്ളൂ, അല്ലാതെ ആക്രമിക്കാനുള്ള സാധ്യതയില്ല. ആക്രമിക്കാനായിട്ട് അവിടം വരെ എത്തിയില്ലായിരുന്നല്ലോ, അത് നമ്മൾ കണ്ടല്ലോ. ഇനിയിപ്പം ഈ ഇനിയിപ്പം കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വി മറ്റേ അമീര ശിരസ്കം വരെ പറഞ്ഞത് അങ്ങനൊരു വീഡിയോ ക്ലിപ്പ് നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ എന്ന്. ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല ആഹാ എന്ന് പറഞ്ഞു. ഏത് മൊട്ട അത് തന്നെ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഞാൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞ് തന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കില്ല. അതിപ്പം നമ്മൾ നമ്മുടേതായ സംസ്കൃത ഭാഷയിൽ പോങ്ങൻ്റെ ശൈലിയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പം അമീര ശിരസ്കൻ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വാക്ക് അല്ലേ. അപ്പം എനിവേ, കൈരളി പീപ്പിളിനെ അവിടെ കണ്ടോ? ഞാൻ കണ്ടില്ല. റിപ്പോർട്ടറിൻ്റെ ഒരു മൈക്ക് കണ്ടോ? അങ്ങോട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു ചേച്ചി പറഞ്ഞത്, നീയൊക്കെ കൂടെ ഉള്ള ഉടായി പരിപാടി അല്ലടാ ഇത്, നീയൊക്കെ KSUക്കാരെ അപ്പുറം നിർത്തിയിട്ട് നിങ്ങളെ ഇപ്പുറം ഷൂട്ട് ചെയ്യാൻ നിൽക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ചേച്ചിക്ക് പെടലിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് അവിടെ ഒരു ചേച്ചി പറഞ്ഞത്, പ്രത്യേകിച്ച് പെട്ടെന്ന് അവരെ പ്രതിഷേധം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പേടിച്ചു. ഒരു 3 മിനിറ്റിനുള്ളിൽ പരിപാടി മൊത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആരോഗ്യമന്ത്രി ചേച്ചി നടന്നു പോയി എന്നാണ് പറഞ്ഞു. അന്നേരം ഒന്നും യാതൊരു പ്രശ്നമില്ലായിരുന്നു. അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എന്നാൽ ഒന്ന് പെടലിക്ക് ഒന്ന് വേദന എടുത്താലോ എന്ന് തോന്നി, അങ്ങനെ പെട്ടെന്ന് അങ്ങ് വേദന എടുക്കാമെന്നാണ് പറഞ്ഞു. പിന്നെ അതിലും നല്ല സംഭാഷണം, നല്ല ശൈലികളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച നമ്മുടെ ചിന്ത ചേച്ചി. പിന്നെ ഇപ്പം ക്യാപ്സ്യൂൾ തള്ളിമറിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചിന്ത ചേച്ചി അന്നേരം ഷോള് നേരെ ഇടുകയായിരുന്നു, കണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന തന്തയില്ല കഴിവുകേറികളെ എന്നുള്ളത് വിളിച്ചു, അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെന്ന് വിളിച്ചു. ഇതൊക്കെ നിങ്ങളെ വിളിച്ചോ എന്നുള്ളതല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള അരികുവൽക്കരിക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നടക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടിക്കാരെ വിളിച്ചതല്ലേ. ഈ തെറി വിളിച്ചിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ, അറ്റാക്ക് ചെയ്തെന്നുള്ളത് വിട്ടേക്ക്, അറ്റാക്ക് ചെയ്തതായിട്ട് എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ പ്രതിഷേധം, ആരോഗ്യമന്ത്രി രാജിവെക്കുക, ഇതൊക്കെ പറയാന്നുള്ളത് അത് പ്രതിഷേധമാണ്. അല്ലാതെ തന്തയ്ക്ക് വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതും ഇത് കോപ്പിലെ പ്രതിഷേധം എന്ന് പറയാമോ? പിന്നെ നിങ്ങളങ്ങനെ വളരെ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള സമാധാനപ്രിയരായ വെള്ളരിപ്രാവുകളാണല്ലോ ചുമലക്കൊടി ആയിട്ട് നടക്കുന്നത് അല്ലേ. ആദ്യം അവനവൻ നന്നാകണം, എന്നിട്ട് മറ്റുള്ളവനെ കുറ്റം പറയണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് അങ്ങനെ ഒരു ആരുടെയും പ്രതികാരം നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരോടും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ആവേശം മൂത്ത് പല പരിപാടിയും കാണിക്കും, തിരിച്ചതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേനും അയ്യോ ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്, ഞങ്ങളെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് എന്ന് പറയല്ല പരിപാടി. ഇതിപ്പം എന്താ സംഭവം? ഈ ICU കിടക്കാനും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ചെയ്തില്ല എന്നുള്ള വേറെ കാര്യം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ച ഒരു മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അതിപ്പം ആരോഗ്യമന്ത്രി സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ ഉപദ്രവിച്ചതും തെറ്റാണ്. അങ്ങനെ ആരെയാണേലും ശാരീരികമായി ഉപദ്രവിക്കാതെ തെറ്റാണ്. നിങ്ങൾക്ക് ആശയപരമായി നേരിടാമല്ലോ, അതിനാണല്ലോ ഈ പ്രതിഷേധവും കരിങ്കൊടിയൊക്കെ. വണ്ടി തടയാം,
അപ്പം ഈ നാടകവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ആശുപത്രിയുടെ കേസിലും ഇപ്പോൾ ഇത് കണ്ണ് ചുഴിഞ്ഞെടുത്തു, കാലിന് പോയപ്പോൾ കണ്ണ്, ഇതെനിക്കൊന്ന് എഴുതുന്ന ഈ ഡോക്ടർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരു കാലെന്ന് എഴുതിയാൽ കണ്ണെന്ന് നമ്മൾ വായിക്കുള്ളൂ. പിന്നെ ആരെങ്കിലും പോയി കുത്തി കയറി കാണും, എന്നാ ചെയ്യാൻ പറ്റും? ഇപ്പം ഇങ്ങനെയുള്ള ഓരോ ഇമാർക്കൊന്നും ഈ സത്യം പറഞ്ഞാൽ ഈ ഡോക്ടർമാർ MBBS പഠിക്കുന്നവന്മാരെയൊക്കെ മര്യാദയ്ക്ക് ഈ ഒന്ന് എഴുതാൻ പഠിപ്പിക്കുന്നത് എന്നതാ എഴുതി വെക്കുന്നത്. അതാണെങ്കിൽ അതിനും വിളച്ചിൽ മൂത്ത കുറെ ഫാർമസിസ്റ്റുകാരുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ. ഇവരെന്നെ കണ്ടിട്ടാ, എന്ത് അറിഞ്ഞിട്ടാ ഇവർ ഈ മെഡിസിനൊക്കെ തരുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ത് വായിച്ചറിഞ്ഞിട്ടാ ഇവർ തരുന്നത്? കണ്ണെന്ന് പറയുമ്പോൾ കാലെന്ന് കാണുന്നവനൊക്കെ എഴുതുന്ന സാധനങ്ങളുണ്ടോ വാങ്ങിക്കുന്നത്? അപ്പം ആരോഗ്യത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോറി, അല്ല, മാഡത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യമല്ല, നമ്മൾ പൊതുജനത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യമന്ത്രിയായ മാഡം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിപ്പം നമുക്കറിയാലോ എന്താ പ്രശ്നം പറ്റിയിട്ടുള്ളതെന്ന്. പണ്ടത്തെ പെടലിക്ക് വേദന 1 വർഷം ആയോ ഒന്ന് നോക്ക്, അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമോ ഒക്കെ ഓരോ വർഷം കഴിയുമ്പോഴത്തേനും പണ്ടുണ്ടായിട്ടുള്ള ഇങ്ങനത്തെ വേദനകളൊക്കെ വീണ്ടും റിയാക്ട് ചെയ്യും എന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടുള്ളത്. ആയുർവേദമൊക്കെ പറയുന്നത്, എനിക്കൊരു വലിയ വിശ്വാസമൊന്നുമില്ല. ഇപ്പം പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പം വിശ്വാസമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ആയുർവേദങ്ങളും വേദങ്ങളിലേക്കൊക്കെ പോകുന്നത് വളരെ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് മെയിൻ കൺട്രാവി ഗോവിന്ദൻ സാറിനോടെ ആരായിരുന്നു ആക്രമിച്ച് പെടലിക്ക് അടിച്ചു എന്നൊക്കെ പറഞ്ഞത്? കരിങ്കൊടി കൊണ്ട് പെടലിക്ക് അടിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അടിച്ചപ്പം പെടലി ഉളുക്കിയെന്നാണ് പറഞ്ഞത്. ആക്രമിക്കാൻ ശ്രമിച്ചു, കൈക്ക് മാരകമായ പരിക്കുണ്ടെന്നൊക്കെയാണ് തള്ളി മറിച്ചത്. കൈക്കുള്ള മാരകമായ പരിക്ക് എവിടുന്നാന്ന് അറിയത്തില്ല കേട്ടോ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എവിടുന്നാന്നുള്ളത് ഇനിയിപ്പോൾ അന്വേഷിച്ച് പോകണം. എങ്ങനെയാണ് പരിക്ക് വന്നത്, ആരാണ് പരിക്ക് പറ്റിച്ചത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിപ്പ് മുറിഞ്ഞാണോ മുട്ടിപ്പ് മുറിഞ്ഞാണോ, അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ പരിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ആ പരിക്ക് തന്നെയാണ് കാണിച്ചത്. ആ പരിക്കും പെടലിയും എല്ലാം കൂടെ കൂട്ടിയത് ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ ആയിരുന്നുണ്ട്. അതുപോട്ടെ, ചെവിയിലൊരു 17 Pro Max ആണെന്ന് തോന്നുന്നു ഫോണുണ്ടായിരുന്നു. അതാണ് ഷംസീർ സാറിൻ്റെ. എന്തായാലും ആയിക്കോട്ടെ. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കണം കേട്ടോ, ആരോഗ്യം. അല്ലാതെ ഇപ്പം ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ഇനിയിപ്പോൾ ഇലക്ഷൻ വരെയൊക്കെ ICU തുടരുക എന്ന് പറയുന്നത്, അവിടെ വേറെ ആൾക്കാരെ കയറ്റാനുണ്ടെന്ന്. ഇപ്പം ICU കിട്ടാത്ത എത്ര പേര് ഈ പറയുന്ന മാസ്കും വെച്ചുകൊണ്ട് റോഡേ ഇറങ്ങി നടപ്പുണ്ടെന്നറിയോ? ICU ഇല്ലാത്തതുകൊണ്ടാ. നിങ്ങളിങ്ങനെ ICUലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന, ഇല്ലെങ്കിൽ അമേരിക്കയൊക്കെ പോക്കൂ. ഇനിയിപ്പം 2-3 മാസത്തെ കേസേ ഉള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പം വലിയ ലാഭിക്കൊന്നും ഉണ്ടാകത്തില്ല. അമേരിക്കയ്ക്ക് പോക്കും, അവിടെ ICUലോ പാലിയേറ്റീവ് കെയറിലോ എവിടെയെങ്കിലും പോയി കിടന്നു. അങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകും. മറ്റു സാധാരണക്കാർക്ക് ആശുപത്രി കയറാനുള്ള ഒരു വകുപ്പ് ഉണ്ടാകട്ടെ. അപ്പം ചിന്ത ചേച്ചിയുടെ ഭാഷയൊക്കെ സൂപ്പറായിട്ടുണ്ട്, എല്ലാം കേട്ടു, നൈസായിരുന്നു. പിന്നെ ഈ മറ്റേ വാഴക്കൊല കേസ്, പിന്നെ പൊതുവെ ഒരു ധാരണ ഉണ്ടെന്ന്, ഈ സാഹിത്യപരമായിട്ടുള്ള അഭിരുചിയുള്ള ആൾക്കാരൊക്കെ വളരെ സഭ്യമായ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പൊതു തെറ്റിദ്ധാരണയുണ്ട്, പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇച്ചിരി സാഹിത്യമൊക്കെ എഴുതുമെങ്കിലും ഞാൻ ഈ തെറ്റിദ്ധാരണ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. ഞാൻ നല്ല പറയും. അപ്പം ചിന്ത ചേച്ചി അതുപോലൊക്കെ പറയുക, ഇനി വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പിള്ളേരെയൊക്കെ ഒന്ന് കൂട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കുക, എന്നാലേ ചേച്ചിയുടെ ഭാഷയിലുള്ള ജ്ഞാനം എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ശരി എന്നാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക.